ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, അവർക്ക് കളിക്കാനായിട്ടുള്ള ക്ലേ ആണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള 1-2 സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കാം നമുക്കിതെങ്ങനെയാണ് ചെയ്യണമെന്ന്. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൻ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും, അതും കൂടി എനേബിൾ ചെയ്യാം. ഇനി നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ആദ്യം തന്നെ ഇതുണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് മെറ്റീരിയൽസ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഓൾ പർപ്പസ് ഫ്ലോർ ആണ് വേണ്ടത്, അതായത് മൈദ, പിന്നെ സോൾട്ട് വേണം, വാട്ടർ വേണം, പെയിൻറ്റ് വേണം. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിറയെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സെയിം കപ്പിൽ തന്നെ നമുക്ക് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉപ്പ് ഇതിൽ നന്നായിട്ട് അലിഞ്ഞു വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് മൈദയാണ്. ഞാനിപ്പോൾ ഈ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് മൈദ എടുത്തു. ഇനി 1 കപ്പ് കൂടി വേണം. അങ്ങനെ 2 കപ്പ് മൈദയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അനുപാതം നോക്കിക്കഴിഞ്ഞാൽ 1:1:2 ഈ ഒരു അനുപാതത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വാട്ടറും സോൾട്ടും ഞാൻ ഓരോ കപ്പും, പിന്നെ മൈദയാണെങ്കിൽ 2 കപ്പുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ 2-3 ആഴ്ചയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ കവർ ചെയ്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിങ്ങനെ കുറച്ച് ഉരുളകളായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് ആക്രിലിക് പെയിൻറ്റോ, ഓയിൽ പെയിൻറ്റോ, ഫാബ്രിക് പെയിൻറ്റോ, അങ്ങനെ എന്ത് പെയിൻറ്റ് വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ വായിൽ വെക്കാതെ നോക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റിന് പകരം ഫുഡ് കളർ ആണെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പെയിൻറ്റ് ആഡ് ചെയ്ത പോലെ തന്നെ ഫുഡ് കളർ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ക്ലേ നമുക്ക് 1-2 ആഴ്ച യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കിത് വേഗം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന ക്ലേയുടെ ഒരു പ്രത്യേകത. മറ്റേതാകുമ്പോൾ കുറേ ഗ്ലൂവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലേ റെഡി ആയിട്ടുണ്ട്. പല കളേഴ്സിലുള്ള ക്ലേ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പല സൈസിലുള്ള ലെറ്റേഴ്സോ, ഫ്ലവേഴ്സോ, കാർട്ടൂൺ പിക്ചേഴ്സോ ഒക്കെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.